അതാണ് സാഹചര്യം. BJP നേതാവ് എൻ ഹരി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഹരി, ഈ അപകടം എങ്ങനെയുണ്ടായി, ഇപ്പോഴത്തെ അവസ്ഥ, ഇത് സംബന്ധിച്ച് വിശദാംശങ്ങൾ ലഭ്യമാവുന്നുണ്ടോ? എന്തായാലും മന്ത്രിമാരടക്കം വിശദീകരിക്കുന്നത് ഇക്കാര്യത്തിൽ ഈ കെട്ടിടം ഉപയോഗശൂന്യമായിരുന്നു, പക്ഷേ എന്തുകൊണ്ട് പൊളിച്ചു കളഞ്ഞില്ല എന്ന ചോദ്യങ്ങൾ ഇപ്പോഴുമുണ്ട്. അത് സർക്കാരിൻ്റെ സ്വാഭാവിക നടപടിക്രമങ്ങളിൽ കുടുങ്ങിപ്പോയതാവാം. തിരക്കേറിയ ഒരു ഇടത്താണ് ഈ അപകടമുണ്ടായത്. നിലവിൽ ആശ്വാസകരമാണ് സാഹചര്യം, പക്ഷേ നിലവിലെ അവസ്ഥ, അത് സംഭവിച്ചത് എങ്ങനെ, ഇക്കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? സ്വാഭാവിക ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആലപ്പുഴ കായംകുളത്ത് ഒരു പാവപ്പെട്ടവനെ ആത്മഹത്യ ചെയ്ത് അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള ആത്മഹത്യ ചെയ്യാൻ കാരണം 700 രൂപ അടയ്ക്കാത്തതിൽ ഒരു അയാളെ കയറി വീട്ടിൽ കയറി ഗുണ്ടായുസം കാണിച്ച് കൊലപ്പെടുത്തിയ ആ ആളിന്റെ മൃതദേഹവുമായി തെരുവിൽ നിൽക്കുന്ന സമയത്താണ് നിങ്ങളിത് വിളിക്കുന്നത്. കേരളത്തിലെ ഈ മെഡിക്കൽ കോളേജിലെ എന്റെ 2 ദിവസം മുമ്പുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങളൊന്ന് ഒന്ന് എടുക്കുകയാണെങ്കിൽ കൃത്യമായ വിവരങ്ങൾ എല്ലാം തന്നെ അതിലുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് അത് പറയാനായിട്ട് സാധിക്കും. ഇപ്പൊ ഇവര് പറയുന്നുണ്ടല്ലോ ഇത് ഉപയോഗശൂന്യമായ കെട്ടിടമായിരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രി വാസവൻ അവர்களுം അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിയും നാഴികക്ക് 40 വട്ടം കോട്ടയം മെഡിക്കൽ കോളേജ് വന്നു പോകുന്ന ആളുകളാണ്. അദ്ദേഹം അവിടുത്തെ കാലങ്ങളായി അവിടുത്തെ HMC മെമ്പറാണ്. ഇത് ഇങ്ങനെ ഇരിക്കെ അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ എന്ത് വികസന സമിതിയാ ചേർന്നുകൊണ്ടിരുന്നത്, എന്ത് കാര്യങ്ങളാണ് നിങ്ങൾ എടുത്തുകൊണ്ടിരുന്നത്? അവിടെ ആളുകളെ താമസിപ്പിച്ചിരുന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടു സാരമല്ല എന്ന് പറയുന്നു. ഇവിടെ ജീവിതം എന്ന് പറയുന്നത് മരുന്നില്ല, യാതൊന്നുമില്ലാതെ ബുദ്ധിമുട്ടുന്ന അവസരത്തിൽ ഒരു ഗതിയുമില്ലാതെ ചിന്തയിലുമൊക്കെ കിടന്നുറങ്ങുന്ന ആളുകളുടെ ജീവിതം ഇത്തരത്തില് ആശുപത്രി തന്നെ ഇടിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ആരോഗ്യമന്ത്രി അവിടെ വരുമെന്നൊക്കെ പറയുന്നു. ഒന്നുകൂടി ബ്യൂട്ടി പാർലറിൽ പോയി ഉദ്ഘാടനങ്ങൾ മാത്രം ചെയ്യുന്ന ആരോഗ്യമന്ത്രി ഈ മെഡിക്കൽ കോളേജിൽ തന്നെ നിരവധി തവണ ആരോഗ്യമന്ത്രി മെഡിക്കൽ കോളേജിൽ വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ തൊട്ടടുത്ത ദിവസങ്ങളിൽ എത്തിയിട്ടുണ്ട്. എന്താണ് ഇവരുടെ പണി? എന്താണ് ഈ നാട്ടിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവർക്ക് ഈ മന്ത്രി ഈ പറയുന്ന ഇതിന്റെ അധികാരികൾക്കെതിരെ നടപടി എടുക്കാൻ തയ്യാറുണ്ടെന്നാണ് ചോദിക്കാനുള്ളത്. ഈ ഫിറ്റ്നസ് അടക്കം നമുക്കറിയാം, ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഫിറ്റ്നസ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നടപടിയെടുക്കുന്ന സർക്കാർ ഈ കാര്യത്തിൽ എന്ത് നടപടി എടുക്കുമെന്നാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. ശരി, അതാണ് എന്ത് നടപടി എടുക്കുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും PK ശ്രീമതി, മുൻ ആരോഗ്യമന്ത്രിയുടെ ഒരു പോസ്റ്റ് കൂടിയുണ്ട്. പൊളിക്കാൻ നിശ്ചയിച്ച അടച്ചുപൂട്ടിയ കെട്ടിടമാണ്. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ പൊളിക്കാൻ നിശ്ചയിച്ച കെട്ടിടത്തിന്റെ ഒരു ഭാഗമാണ് തകർന്നത്. 2 ആഴ്ച മുമ്പ് ഒരു രോഗിയെ കാണാൻ മെഡിക്കൽ ആശുപത്രിയിലൂടെ നടന്നു പോകുമ്പോൾ ഇതെന്താണ് വെറുതെ ഇട്ടിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ സൂപ്രണ്ട് പറഞ്ഞത് ഈ കെട്ടിടം പൊളിക്കാൻ വെച്ചിരിക്കുകയാണ്, പുതിയ കെട്ടിടം തയ്യാറായിട്ടുണ്ട് എന്നും കൂടി ചേർത്തു. തത്സമയം തന്നെ ആരോഗ്യമന്ത്രി എത്തി വിശദീകരിച്ച് തെറ്റിദ്ധാരണ പരത്തുന്നതിന് ഒഴിവായി കിട്ടി. ഇതാണ് മുൻ ആരോഗ്യമന്ത്രിയുടെ പോസ്റ്റ്. എന്തായാലും ഇത് ഒരു പഴയ കെട്ടിടമാണ് എന്ന കാര്യം സ്ഥിരീകരിക്കപ്പെടുകയാണ്. അത് അങ്ങനെ തന്നെയാണ്. പക്ഷേ തിരക്കേറിയ ഒരിടത്ത് ഇത്തരം കാര്യങ്ങൾ പൊളിച്ചു മാറ്റാൻ വൈകുന്നത്, അതുണ്ടാക്കുന്ന ഗുരുതര അവസ്ഥ എന്ത് എന്നതുകൂടിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ നമ്മളിപ്പോൾ ആശ്വാസകരമായി കൈകാര്യം ചെയ്യുന്ന ഒരു വാർത്ത, ഒരു തിരക്കേറിയ ഇടത്ത് ആളുകളുള്ള സമയത്താണ് ഈ കെട്ടിടം ഇടിഞ്ഞു വീണെങ്കിൽ ഇതായിരുന്നില്ല അവസ്ഥ. അത് ഒരു വലിയ ഓർമ്മപ്പെടുത്തലായി കൂടി മാറുകയാണ്. അതുകൊണ്ട് സർക്കാരിന് വിശദീകരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ട് ഇതിൻ്റെ നടപടിക്രമം വൈകി എന്ന ചോദ്യമാണ്. കാരണം കെട്ടിടം പൊളിച്ചു മാറ്റാൻ വൈകിയത് വലിയ അപകട സാധ്യത ഉണ്ടാക്കി എന്നതാണ്. ബലക്ഷയം കുറഞ്ഞ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റണം, പുതിയ കെട്ടിടം അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. എന്താണ് ഇക്കാര്യത്തിൽ സംഭവിച്ചതെന്നടക്കമുള്ള ഔദ്യോഗികമായ കൂടുതൽ വിശദീകരണങ്ങൾ കൂടി ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. വലിയ അപകടമാണ്. കാരണം ഒരു കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായി ഇടിഞ്ഞു വീഴുകയാണ്. മെഡിക്കൽ കോളേജുകൾ നമുക്കറിയാം, ഏറ്റവും അധികം ജനത്തിരക്കുണ്ടാവുന്ന ഇടമാണ് മെഡിക്കൽ കോളേജ്. വലിയ പ്രായമുള്ളവരും കുട്ടികളും സ്ത്രീകളും ഒക്കെ വന്നു പോകുന്ന ആ വലിയ ഇടത്ത് ആണ് ഇത്തരമൊരു കെട്ടിടം ഇടിഞ്ഞു വീണത് എന്ന കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ എന്ത് സംഭവിച്ചു എന്നതിൽ കൂടുതൽ വിശദീകരണം ആവശ്യമാണ്. സർക്കാരും അധികൃതർക്കും വിശദീകരണം നൽകേണ്ടി വരും എന്നതുകൂടി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.